ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായാലും ഒരു ക്യാമ്പസ് എന്ന് പറയുന്നതിന്റെ പവിത്രത സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ? അതുകൊണ്ട് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പ്രവർത്തിക്കേണ്ടതല്ലേ? കലാപം ഉണ്ടാക്കുന്നതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടെങ്കിൽ അതിനെ തടസ്സം ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. പക്ഷെ മാനേജ്മെന്റ് അവിടെ പൊക്കോളം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് എന്നുള്ളതാണ്. അവിടെ താഴെ ആർട്സ് കോളേജിൽ പിള്ളേർ ഞങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു. അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ സമീപിച്ച് അവർക്ക് ഇപ്പൊ കോളേജ് ലീവായിട്ടും ഇവർക്ക് അഡീഷണൽ ക്ലാസ് വെച്ചിരിക്കുകയാണ്, അതിലുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കുറെ കുട്ടികൾ ഒന്നിച്ച് വരുന്നുണ്ടപ്പോ എന്താണ് സംഭവം എന്ന് അറിയാൻ നോക്കിയതാണ്. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് ഉണ്ട്, ഇതിന്റെ സമയത്ത് ഞങ്ങളൊക്കെ നോമ്പെടുക്കുന്ന സമയമാണ്, ഈ നോമ്പെടുക്കുന്ന സമയത്ത് ഇത്രയും യാത്ര ചെയ്ത് വരിക, ഈ ചൂടത്ത് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് വെച്ചിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് ക്ലാസ് വേണ്ടെന്ന്, പക്ഷെ ഇവര് നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുണ്ടായി. അപ്പോൾ അതും കൂടെ വെച്ച് നമ്മൾ ഈ ലോ കോളേജിൽ പോകുന്നത് നമുക്ക് ഇതില് ഇങ്ങനെയൊരു തരത്തിൽ ഇത്രയും ഓവർ റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തോ ഒരു അജണ്ട വെച്ച് പെരുമാറുന്ന, എന്തോ ഒരു അജണ്ടയില്ല, അവര് മതമൗലികവാദികളുടെ ആരുടെയോ ചട്ടുകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ ഒരു സാധാരണ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല. എന്ത് തന്നെയായാലും നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഒന്നും അല്ലാതിരുന്ന കാലത്തും ഇവിടെ പ്രവർത്തിച്ചവരാണ്, ഇനിയും ഉണ്ടാകും. എല്ലാവർക്കും നന്മയുള്ള കാര്യവുമാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ജനങ്ങളെ സേവിക്കാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. പിന്നെ ഒരു ചോദ്യം കൂടി വന്നിരുന്നു, കെട്ടിവെക്കണ കാശ് പോലും കിട്ടില്ല, പിന്നെ എന്തിനാ മത്സരിക്കുന്നതിന്? ഞങ്ങൾ കെട്ടിവെക്കുന്ന കാശ് കിട്ടുമോ കിട്ടാതെ വെക്കിയത് കാലങ്ങളൊക്കെ കുറെ കണ്ടതാണ്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അത് ആ രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നിലപാടുകളിൽ ശരിയുള്ളത് കൊണ്ട് തന്നെയാണ്. ജനങ്ങളെ സേവിക്കാൻ മാത്രമാണ് ശീലിച്ചിട്ടുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭം നോക്കിയിട്ടല്ല ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭത്തിനല്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതുകൊണ്ട് തന്നെ പറയാം, ഇത്തരത്തിലുള്ള സമീപനവുമായിട്ട് തുടർന്നും ഇവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വളരെയധികം മോശം സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കും. അത് ഉണ്ടാവാതിരിക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പത്രസമ്മേളനം നടത്താനുള്ള പ്രധാന കാരണം. പ്രിൻസിപ്പൽ അല്ല സ്ഥലത്ത് താഴെ ആർട്സ് കോളേജിലാണ് പോയത്. അവിടെയുള്ള മാനേജറുമായിട്ടാണ് സംസാരിച്ചത്. അവരാണ് പറഞ്ഞത് അവിടെ പ്രിൻസിപ്പളുമായിട്ട് അവർ സംസാരിക്കും, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. പ്രിൻസിപ്പാളിനെ കാണാൻ സാധിച്ചിട്ടില്ല, കാരണം അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. പിന്നെ 2 പേര് വന്ന് പറഞ്ഞു ഇവരോട്, അതായത് പ്രിൻസിപ്പാൾ ഇവിടെ ഇല്ല, അത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതാണോ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല, പക്ഷെ അവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നോക്കൂ, കുട്ടികളാണ്, അവർ വിദ്യാർത്ഥികളാണ്, എനിക്കും മക്കളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതൊരു സൂചന നൽകുകയാണ് അവര്, അതായത് അവർ ഏതൊക്കെ വരെ പോകാൻ തയ്യാറാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അത് അപകടകരമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിയമ നടപടിയല്ല അതിനപ്പുറവും സ്വീകരിക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് വെക്കുന്നത്. മക്കൾ പഠിക്കണം, കോളേജിൽ പോയാൽ പഠിക്കണം. നിങ്ങൾ കണ്ടതല്ലേ, നമ്മുടെ എതിരാളികൾ LDFന്റെ സ്ഥാനാർത്ഥിയും ഞങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പരസ്പരം ഇടപെടുന്നതെന്ന്. രാഷ്ട്രീയം നമുക്ക് ആദർശങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മറ്റുള്ളവരെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാനോ ആവരുത്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആ ആദർശങ്ങളെ ഉപയോഗപ്പെടുത്തണം.
അല്ലാതെ ഈ പറഞ്ഞ മാതിരി കയ്യൊട്ട് കാണിക്കാൻ ഓരോ സന്ദർഭങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അപജയത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അതിനെതിരെ നിയമ നടപടിക്ക് പോകുകയില്ല. പാർട്ടി ഇനി എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനം പോലെ ഇരിക്കും. അവര് തടഞ്ഞ മാത്രമല്ല അവര് വളരെ മോശമായിട്ടാണ്. അതിപ്പോ എനിക്ക് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ വിദ്യാർത്ഥികളെ നിയമ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ഈ LLB LLM ഒക്കെ എടുത്തത്. അവര് തടഞ്ഞത് അവരാ പ്രവേശിക്കുന്ന സ്ഥലത്ത് മൊത്തമായിട്ട് കവർ ചെയ്ത് നിന്നുകൊണ്ട് അവരെല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അവരെല്ലാവരും കൂടി കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവുമായിട്ട് ഇവരോടെല്ലാം വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നോട് അത്തരത്തിൽ വളരെ മാന്യത കുറഞ്ഞ ഭാഷയിൽ അവരുടെ ഒരു എന്താ പറയുക ഒരു ബിഹേവിയർ തന്നെ വളരെ മോശമാണ് ഒരു വിദ്യ